ഈ യുവതിക്ക് 46 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 1980 ഈ യുവതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഷിയാസ് കരീമിന്റെ കൂടുതൽ ശബ്ദരേഖകൾ കൂടി മറുനാട്ടിൽ ലഭിച്ചിരിക്കുകയാണ്. ദർശനങ്ങൾ മുമ്പ് ഞാൻ നിന്നെ പരിചയപ്പെട്ടത്. അപ്പോൾ പിന്നെ എനിക്ക് നീയാണ് ഇമ്പോർട്ടൻറ്റ്. 23-ാം 24-ാം ഞാൻ അവിടെ എത്തൂല. ഇൻഷാ അല്ലാഹ് പൊളിക്കാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ്. നമസ്കാരം. നടനും മോഡലുമായ ഷിയാസ് കരീമിനെതിരെ യുവതി സാമ്പത്തിക ചൂഷണം നടത്തിയ പരാതി പാലാരിവട്ടം പോലീസിൽ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഈ യുവതിക്ക് 60 വയസ്സ് പ്രായമുണ്ടെന്നും ഉമ്മയുടെ അതേ പ്രായമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഷിയാസ് സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചത്. എന്നാൽ ആ വാദം പൊളിക്കുന്ന തെളിവാണ് മറുനാടൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ യുവതിക്ക് 46 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 1980 ഈ യുവതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് തെളിയിക്കുന്ന രേഖയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് സിറ്റിയിലെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ പരാതിക്കാരിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അത് ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. അവരുടെ പേരും അവരുടെ അഡ്രസ്സും ഒക്കെ ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ലഭിച്ചു. പോലീസ് പിന്നീട് ഇവരെ വിളിച്ച് മൊഴിയെടുത്തു. ആ സമയത്താണ് മനസ്സിലാവുന്നത് ഇരുവരും ലിവിങ് ടുഗദറായിട്ട് കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഏറ്റവും കൂടുതൽ പണമിടപാടുകളൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഷനിലേക്കാണ് ഈ പരാതി ട്രാൻസ്ഫർ ചെയ്തത്. അവിടെയാണ് ഈ കഴിഞ്ഞ 28-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഈ ഷിയാസ് കരീമിൻ്റെ കൂടുതൽ ശബ്ദരേഖകൾ കൂടി മറുനാട്ടിൽ ലഭിച്ചിരിക്കുകയാണ്. അതുകൂടി പ്രേക്ഷകർക്ക് കേൾക്കാം. 15-ാം തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യണം ഗോൾഡ്. കാര്യം 16-ാം തീയതി ഞാൻ പോകൂലേ. 15-ാം തീയതിക്ക് ഉള്ളിൽ പർച്ചേസ് ചെയ്തിട്ട് പോകണം ഇവിടുന്ന്. ഓക്കെ. എനിക്കൊരു കല്യാണത്തിന് ഒരു ഓടി ഉപയോഗിക്കണം, റെഡ് വണ്ടി. 5 ലക്ഷം രൂപ ലീസിന് വണ്ടി കിട്ടും. അതെടുത്താലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ്. 23-ാം 24-ാം ഞാൻ അവിടെ എത്തൂല. ഇൻഷാ അല്ലാഹ് പൊളിക്കാം. നമുക്ക് മലപ്പുറം വിളിക്കാത്ത അത് ഞാനേ മലപ്പുറം വിളിക്കാത്തതൊന്നുമല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ഗേൾഫ്രണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിൽ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്. പരിപാടികളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, പക്ഷേ അത് നോമ്പ് കഴിയുമ്പോൾ സംസാരിക്കാം. ഞാൻ വിളിച്ചായിരുന്നു, എടുത്തില്ല. അതുകൊണ്ട് മെസ്സേജാണ്. ഉമ്മ എൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞു. അല്ല വേറെ അപ്പോഴും ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മൾ കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിൻ്റെ അടുത്തല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം. അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ നല്ല തിരക്കാണ്. ഞാൻ ജിമ്മിൻ്റെ പണിയെടുക്കുന്നിടത്ത് ഓടി പണിയെടുക്കാണ്. ഫുൾ ടൈം അങ്ങോട്ട് കോട്ടത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ എന്ത് ചെയ്യാൻ. നാട്ടിലല്ലോ, സൗദിയിലല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല. പിന്നെ ഞാനെങ്ങനെ എപ്പോഴും അയച്ചിട്ട് അയക്കാത്താണ്. നീ ഗർഫിലിട്ട് വിഷയം തീർക്കോട്ടെ. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളും. നീ ഗർഫിലിട്ട് വിഷയം തീർക്കോട്ടെ. അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണേ നിങ്ങളൊക്കെ വേണം. നിങ്ങൾ തന്നെ അവളുടെ അടുത്ത് മെസ്സേജ് അയച്ച് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് എൻ്റെ മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ. ജസ്റ്റ് സംസാരിക്കുക പ്ലീസ്. ഈ ജിമ്മോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും കൂടെ സന്തോഷത്തോടെ എല്ലാവരും വേണം എനിക്ക്. ദർഫ് മാത്രമല്ല, നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ അടുത്ത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്കെന്തൊരു പ്രശ്നം വന്ന് ഞാൻ വന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. ഞായറാഴ്ച ഇത് കേട്ടോ 7 അത്യാവശ്യമായിട്ട് വേണം. ഒരു 1-2 ദിവസം ആണുള്ളത് റെഡിയാക്കണം. മതി. നോക്ക് 14 കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. 14 കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഓക്കെ, സെറ്റ് ചെയ്തിട്ട് പറ. ഇൻഷാ അല്ലാഹ് എവിടെ വെച്ചാൽ ഞാൻ കളക്ട് ചെയ്തോളാം. അല്ലെങ്കിൽ എത്തിക്കാൻ നമ്മൾ ഉച്ചയിലേക്ക്. ഇൻഷാ അല്ലാഹ് കേട്ടെ, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. നീ ഗർഫിലിട്ട് വിഷയം തീർക്കോട്ടെ. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളും.
നീ ദർഫയായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണമെങ്കിൽ നിങ്ങളൊക്കെ വേണം. നിങ്ങൾ തന്നെ അവളുടെ അടുത്ത് മെസ്സേജ് അയച്ച് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് എൻ്റെ മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ റിക്വസ്റ്റ് സംസാരിക്കുക. നജു പ്ലീസ്. ഈ ജിമ്മോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും കൂടെ സന്തോഷത്തോടെ എല്ലാവരും വേണം എനിക്ക്. ദർഫ് മാത്രമല്ല, നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ അടുത്ത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്കെന്തൊരു പ്രശ്നം വന്ന് ഞാൻ ഇവിടെ വന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. എനിക്ക് സത്യം ടെൻഷനുണ്ട്. കാര്യം ദർഫ നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാതിരിക്കില്ല. കാര്യം ദർഫനേക്കാൾ മുമ്പ് ഞാൻ നിന്നെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ എനിക്ക് നീയാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഒരു കാര്യം മനസ്സിലാക്കുക, മനസ്സിലായോ? അപ്പോൾ അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും. പള്ളിയിൽ പോയി ഫുഡ് കഴിച്ച് ഉദ്ഘാടനം റെഡിയാവണോ? ഞാനൊരു 7 മണി 7:30 ആകുമ്പോൾ വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ കണ്ണൂർ പോകും. അൽഹംദുലില്ലാ, ഞാൻ നോക്കിയാണ് മോനെ. ഞാൻ ബാലൻസ് അയച്ചില്ല, മറന്നാ. ഷഡ് ഇടാറില്ല എന്ന് പറഞ്ഞു. ഫ്രിഡ്ജ് ഞാൻ ഓഫ് ചെയ്തില്ല കേട്ടോ. ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ വിട്ടുപോയേ. അൽഹംദുലില്ലാ, ഞാൻ നോക്കിയാണ് മോനെ. ഞാനൊരു 7 മണി 7:30 ആകുമ്പോൾ വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ കണ്ണൂർ പോകും. പെരുമ്പാവൂർ എവിടെയും നോക്കിയാൽ മതി. IBSന്ന് അങ്ങനെ വരും. അല്ലാ, അപ്പം എങ്ങനെയാ 25 എനിക്ക് ഒന്നും ആവില്ല കേട്ടോ. 46 വയസ്സുള്ള ഈ യുവതി നൽകിയ പരാതിയിൽ ഒരിടത്തും തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു അല്ലെ പീഡിപ്പിച്ചു എന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. 65 ലക്ഷത്തോളം രൂപ ഇയാൾക്ക് നൽകിയെങ്കിലും ഇത് തിരികെ ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസമൊന്നുമില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇവർ പരാതി നൽകിയത്. മറ്റ് സ്ത്രീകളും ഇയാളുടെ വലയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ പരാതി നൽകിയതെന്നാണ് നമുക്ക് ഈ പരാതിക്കാരിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പോഴും ഷിയാസ് കരീം ഒളിവിലാണ്. ചേവായൂർ പോലീസ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.